Welcome to Raw and Real by SJ. After a long time, we are back and we have a special person with us today. Some people inspire you not by just what they do, but by who they are. I have one such person with us, and he is a wonderful human being, a content creator, a beautiful dancer, an RJ, and a cancer survivor too. Today, he shares a deeply personal chapter of his life, his journey through cancer. I welcome Karthik Maruti Das onto the show. Hi, Karthik. Hi, Soumya. Thank you for having me on your show. It's my pleasure. And how are you doing? അതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്. How are you? How am I? അതൊരു വല്ലാത്തൊരു question mark അല്ലേ? ക്വസ്റ്റ്യൻ മാർക്കാണ്. I would say I am relieved, happy. I'm happy. അത് വേണം പറയാം. പൊതുവെ നമ്മൾ ആൾക്കാരോട് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ I'm okay. I'm okay. I'm fine. Thank you. Going with the flow. പക്ഷേ what I went through കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെ I am relieved and I am happy. Yeah, like you truly mean it when you say like I am happy. അല്ല ചുമ്മാ like I'm fine, thank you അല്ല. You truly mean like right now you are happy and relieved. തീർച്ചയായിട്ടും. കാരണം ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ് തന്നെ മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനത്തെ ഇപ്പോൾ ഓരോ ആൾക്കാരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ജെന്യുവിനായിട്ട് ലൈക്ക് റാദർ ദാൻ പോളിഷിങ് അല്ലെ പാമ്പർ ചെയ്യാതെ ജെന്യുവിനായിട്ട് ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റുന്നു. That's good, right? അപ്പം before we go through your journey, I wanted to tell because Karthik ഇപ്പോൾ വന്നിട്ട് 10 years ആയി, 10 years, almost 10 years. Almost 10 years. Yeah. So how do you feel? What's the difference that you have seen in Canada life? Like Canadian life, നമ്മൾ കുറേ differences കാണുന്നുണ്ട്. But what is that one thing you love and you don't like? One thing that you don't like? നാട്ടിലെ അപേക്ഷിച്ചിടത്തോളം എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഞാൻ തീരുമാനിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിലൂടെ 100% എന്ന് പറയാൻ പറ്റില്ല, ഒരു 90% എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നാട്ടിൽ നമ്മൾ വെക്കേഷനൊക്കെ ഇപ്പോൾ പോകുമല്ലോ, ഒരു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസം. നാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച നമുക്കൊരു ഹണിമൂൺ ഫേസ് ആയിരിക്കും. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി തരുന്നു, എവിടെ വെളിയിലേക്ക് പോകണമെങ്കിലും അനിയൻ കൊണ്ടുപോകുന്നു, അച്ഛനാണെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പം ചായ തണുത്തു പോകാം, ചായ ചൂടാക്കൂ, അങ്ങനെ ഒരു ഹണിമൂൺ ഫേസ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ എവിടെ വെളിയിൽ പോകുകയാണെങ്കിലും ഐ ഹാവ് ടു സേ ലൈക്ക് എവിടെയാണ് പോകുന്നത്, രാത്രിയിൽ നമ്മൾ തിരിച്ച് താമസിച്ചാൽ വരുന്നെങ്കിൽ എപ്പോഴാണ് വരിക, അങ്ങനെ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും. ആൻഡ് വി ആർ ആൻസറബിൾ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മുടെ ഫാമിലി മാത്രം ആവില്ല, ചിലപ്പോൾ അത് റിലേറ്റീവ്സ് ആവാം, നെയ്ബേഴ്സ് ആവാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേന് ഐ ഡോണ്ട് വാണ്ട് ടു ആൻസർ എനി വൺ. ലൈക്ക് നമ്മളുടെ കൂടെ താമസിക്കുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുമായിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്, അത് മാത്രമല്ല കണ്ടിന്യൂസ് ക്വസ്റ്റനിങ്ങോ അല്ലെങ്കിൽ എന്താണെന്നൊരു ക്ലാരിഫിക്കേഷനോ അതിൻ്റെ ഒന്നും ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഒരു വൺ ഓഫ് ദ ബിഗ് ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ. ആൻഡ് വൺ തിങ് ദാറ്റ് യു ഡോണ്ട് ലൈക്ക് കമ്പയർഡ് ടു നാട്ടിൽ ഡോണ്ട് ലൈക്ക് എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് വേണമെങ്കിൽ ഇനിഷ്യൽ ഡയഗ്നോസിങ് ഓഫ് എനി ഓഫ് ദോസ് ഡിസീസസ് അത് ഇവിടെ ഇച്ചിരി പ്രയാസകരമായ ഒരു കാര്യം. ഉള്ളിൽ കയറാൻ കുറച്ച് പാടാണ്. ആ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാനോ അല്ലെങ്കിൽ ആ ഒരു ക്യൂവിൽ നമ്മളൊന്ന് എത്തിപ്പെടാൻ ഇച്ചിരി പ്രയാസകരമായ കാര്യം. അതിനൊരു മെയിൻ റീസൺ ഇവിടുത്തെ ഹെൽത്ത് കെയർ ഫ്രീ ആണ്. നാട്ടിൽ നമുക്ക് പൈസ കൊടുത്ത ഏതൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ഇപ്പോൾ അത് പ്രയാസകരമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത് ഒരു വൺ ഓഫ് ദ ഡ്രോബാക്ക്. ആർജെ ആയിട്ട് എത്ര നാളായി? എത്ര നാളായി? ഐ തിങ്ക് 6 അല്ലെങ്കിൽ 7 years. കാരണം ഞാൻ മധുരഗീതം എന്ന് പറയുന്ന വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മലയാളം FM ഇൻ കാനഡ, അവരുടെ കൂടെയാണ് റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഐ ജസ്റ്റ് വെന്റ് ദർ, മെറ്റ് വിജയ് ചേട്ടൻ. വിജയ് ചേട്ടൻ ഇസ് ദ പ്രൊഡ്യൂസർ ഓഫ് മധുരഗീതം അലോങ് വിത്ത് മൃദുല ചേച്ചി, ഹിസ് വൈഫ്. അവർ രണ്ടുപേരുമാണ് അതിൻ്റെ പില്ലേഴ്സ്. ലൈക്ക് അവിടെ പോയി ഞാൻ ഒരു വോയിസ് ടെസ്റ്റ് പോലൊക്കെ എൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഒരു RJ ആയിട്ട് തുടങ്ങിയത് ജോലിക്ക് കയറി കഴിഞ്ഞാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 6-7 years. കുറെ നാളെ വയസ്സായി. That's great. Like എന്താ പറയുന്നത് 8 years 7 yearsലൊക്കെ ഒരു RJ ആയിരുന്നെങ്കിൽ it's something great അല്ലേ? അപ്പം how do you handle like work and you have to like വീടുണ്ട് പിന്നെ RJ, like how do you balance all these? Like of course like നമുക്കറിയാം നമ്മളെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, but I want to see your, like I want to hear your perspective too, like how do you balance everything out?
ആക്രാന്തം ടു ഡു ന്യൂ തിങ്സ്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ പൊതുവേ ഇങ്ങനെ പോളിഷ്ഡ് പാഷൻ, എൻ്റെ പാഷൻ കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്കതിനോട് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ പറയുവാണെങ്കിൽ എനിക്കൊരു ആക്രാന്തമാണ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ മടി പിടിച്ച, ഓഫ് കോഴ്സ് മടിയുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെയാണ് എന്നെ വീണ്ടും വീണ്ടും എത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരികയാണെങ്കിൽ പോലും ടു അഗെയിൻ പിന്നെയും അത് ചെയ്യാൻ എന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു യുവർ ക്യാൻസർ ജേർണി, ലൈക്ക് ആദ്യമായിട്ട് ഡയഗ്നൈസ് ചെയ്തപ്പോൾ what is the first thing that came into your mind at that moment? അതൊരു വല്ലാതൊരു ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ടെസ്റ്റിക്കുലർ ക്യാൻസർ സ്റ്റേജ് 3 ആയിരുന്നു. കാരണം എൻ്റെ ട്യൂമർ മാർക്കേഴ്സ് ഒക്കെ 100,000 റേഞ്ചിലായിരുന്നു. അപ്പോൾ ഇനിഷ്യലി ഏജാക്സ് ലേക്കറിച്ച് ഹോസ്പിറ്റലിൽ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ദേ ഫൗണ്ട് അബ്ഡോമനിലുള്ള ലിംഫ് നോട്ട്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആൻഡ് ദേ റെഫേർഡ് മീ ടു ടൊറൻറ്റോ സർക്കോമ ക്ലിനിക്. ഈ സർക്കോമ എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു വലിയ പ്രശ്നം റിലേറ്റഡ് ടു അബ്ഡോമൻ, ബോൺ, അങ്ങനെ എന്തോ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പം അത് കേട്ടപ്പം എൻ്റെ ഒരു കാറ്റ് പോയി, കിളിയും കാറ്റും എല്ലാം പോയി. എന്നിട്ട് CT കഴിഞ്ഞ് MRIയും കഴിഞ്ഞിട്ട് എന്നെ മൗണ്ട് സൈനയിലേക്കാണ് റെഫർ ചെയ്തത്. മൗണ്ട് സൈനയിൽ എൻ്റെ ബ്ലഡ് വർക്കിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി എനിക്ക് ടെസ്റ്റിക്കുലർ ക്യാൻസർ ആണ്. പക്ഷേ അത് കഴിഞ്ഞ് ഐ തിങ്ക് ദാറ്റ് ഹാപ്പൻ ഓൺ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ. പിന്നെ ഫ്രൈഡേ എനിക്ക് ഓങ്കോളജി അപ്പോയിൻമെൻറ്റ് വേണം. എൻ്റെ ഓങ്കോളജിസ്റ്റ് പ്രിൻസസ് മാർഗരറ്റ് ഹോസ്പിറ്റലായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഓൾ ഓഫ് എ സഡൻ ഉള്ള കാര്യമായിട്ട് കെയർ ഗീവ് അങ്ങനെ ആരും എൻ്റെ കൂടെ ഒന്നും വന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി കഴിഞ്ഞ് ആ ഡോക്ടേഴ്സ് എന്നോട് പറയുന്നുണ്ട്, സ്റ്റേജ് 3 ടെസ്റ്റിക്കുലർ ക്യാൻസർ ആണ്, ഇന്നതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്, അടുത്ത തിങ്കളാഴ്ച തൊട്ട് കീമോ തുടങ്ങുകയാണ്. പക്ഷേ ഞാൻ കണ്ടു വളർന്ന ക്യാൻസറും നാട്ടിലെ ഇതും ആൾക്കാരുടെ ഈ വീക്ഷണവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ അപ്പം എല്ലാം പോലെ ആകാശദൂത് പാടി കേഴുന്നു. കേട്ടപ്പോൾ തന്നെ ഇതാണ് എന്തൊക്കെയോ ഓങ്കോളജിസ്റ്റ് എന്നോട് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലൂടെ പോയത് വീടിൻ്റെ മോർഗേജ് എങ്ങനെ അടയ്ക്കും, വണ്ടിയുടെ ലോണ് ദൈവമേ 33 വയസ്സാവുന്നതേ ഉള്ളൂ, ചാവുവോ ജീവിക്കുവോ, ഒരുപാട് കാര്യങ്ങൾ, ആഗ്രഹങ്ങളൊന്നും നടന്നിട്ടില്ല, എന്താവും അവസ്ഥ. പിന്നെ ഈ കൈൻഡ് ഓഫ് ഒരു മിക്സ് ഇമോഷൻസ് ആയിരുന്നു എൻ്റെ മനസ്സിലേക്ക്. കാരണം മേ ബി ഞാൻ കണ്ടതെല്ലാം അങ്ങനത്തെ ക്യാൻസർ എന്ന് പറയുമ്പോൾ അങ്ങനത്തേതൊക്കെയാണ്. തിരിച്ച് ലിഫ്റ്റിൽ കയറി ChatGPTയോട് ചോദിച്ചപ്പോഴാണ് ഒരു ക്യൂറബിൾ ക്യാൻസർ ആണ്, ഒന്ന് പ്രോസസ്സായി ഈ കീമോയിലൂടെ മാറാൻ പറ്റുന്ന ഇതാണ്. ഇത് ട്രീറ്റ്മെൻറ്റ് അത്രയും ഒരുപാട് റിസർച്ച് ഒക്കെ നടന്ന ഒരു ഫീൽഡ് ഓഫ് ക്യാൻസർ ആണെന്നൊക്കെ മനസ്സിലായത്. രാപ്പാടി എഴുതുന്നത് തന്നെയായിരുന്നു. ഓക്കെ, കാർത്തികിന് ആക്ച്വലി ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ ഡയഗ്നൈസ് ചെയ്യുന്നതിന് മുന്നേ ലൈക്ക് യു ജസ്റ്റ് ഹാഡ് എ സ്റ്റമക് പെയിൻ, അത് വെച്ചാണ് തുടങ്ങിയത്. ആൻഡ് യു ജസ്റ്റ് ഹാഡ് ലൈക്ക് എന്താ പറയുന്നത്, എന്താണ് ഈ വേദന പോവാത്തേന്നാണോ, അതോ ഹൗ ഡിഡ് യു കം ടു ദാറ്റ് പോയിന്റ് ഓഫ് ഡയഗ്നോസിസ്? എനിക്ക് കുറേ നാൾ, ഒരു ഐ വുഡ് സേ 3 to 4 weeks എനിക്ക് അബ്ഡോമൻ പെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ടെസ്റ്റിക്കുലർ ഒരു പെയിനും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് പൊതുവേ ഈ ഇൻഫെക്ഷൻ നമ്മുടെ ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വേദനയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആൾക്കാരോട് പറയാൻ ഒരു നാണം, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് എന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു ഇത് എനിക്കും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡോക്ടേഴ്സിനോട് പോയി എനിക്ക് അവിടെ വേദന ഉണ്ടെന്ന്, വേദന ഉണ്ട് എന്നിരുന്നാൽ പോലെ നമുക്ക് പറയുന്നതിന് ഒരു നാണം ഫീൽ ഉണ്ടല്ലോ, അത് തന്നെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഇതാവില്ലായിരുന്നു, നേരത്തെ തന്നെ ചെയ്യായിരുന്നു. ഓൾസോ ഞാൻ എൻ്റെ ഫാമിലി ഫിസിഷ്യൻ്റെ ഒക്കെ പോയപ്പം ഇറ്റ്സ് ക്വൈറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചായിരുന്നു. ഫാമിലി നേഴ്സ് പ്രാക്ടീഷണറൊക്കെ പോയപ്പം. പിന്നെ ഇത് കമ്മിങ് ടു എ ക്വസ്റ്റ്യൻ, എൻ്റെ വയറ്റിലേക്ക് വേദന വന്നപ്പോൾ ഞാൻ ഇനിഷ്യലി ആഡ്വിലും ടൈലനോളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതും കൊണ്ടൊന്നും ആ വേദന അത് ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം രാത്രി സഹിക്കാൻ വയ്യാത്ത വേദന ആയപ്പം ഐ വെന്റ് ടു ER പോയി. നല്ല വെയിറ്റ് ടൈം ഉണ്ടായിരുന്നു. അപ്പം അവർ തന്ന ഒരു പെയിൻ കില്ലർ ആക്ച്വലി എനിക്ക് വർക്ക് ആയിരുന്നു. പക്ഷെ അത് ഹൈ ഡോസേജ് ഓഫ് മോർഫിൻ അങ്ങനത്തെ പെയിൻ കില്ലേഴ്സ് ആയിരുന്നു. പിന്നെ അപ്പം തന്നെ അവർ CT സ്കാൻ ബ്ലഡ് ഒക്കെ എടുത്തിട്ട് ഐ തിങ്ക് ദേ ഡിഡ് സംതിങ് ആൻഡ് CT സ്കാൻ അപ്പം തന്നെ ചെയ്തു. ആൻഡ് അങ്ങനെ റെഫർ ചെയ്ത് MRI ഒഷാവ ലേക്കറേജിലേക്ക് വന്നു. പിന്നെ അവിടുന്ന് അത് കണ്ട് അവർ തന്നെ
എന്നെ മൗണ്ട് സൈനയിലേക്ക് റെഫർ ചെയ്തു. ആൻഡ് ദ തിങ് ഐ വുഡ് സേ, പല ആൾക്കാരും ദോ ദ വെയിറ്റ് ടൈം ഇസ് ഒരുപാടുണ്ടെങ്കിൽ പോലും അവിടുത്തെ നേഴ്സസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം മൗണ്ട് സൈനയിലേക്ക് റെഫർ ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കാണുന്ന നമ്പർ തെറ്റായിരുന്നു. അപ്പം ഞാനത് അവരോട് പറഞ്ഞിട്ട് ആ ഒരു നേഴ്സ് തന്നെ അവരെ വിളിച്ച് എനിക്ക് അപ്പോയിൻമെൻ്റ് ആക്കാം. ആക്ച്വലി അവർക്കത് ചെയ്യേണ്ട കാര്യമില്ല, വേണേ ഞാൻ വിളിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ അവരെ ലക്ലി എവിടൊക്കെയോ എന്തൊക്കെയോ ഒരു ദൈവാനുഗ്രഹം, ലൈക്ക് ഞാൻ ഭയങ്കര സ്പിരിച്വൽ ആണ്, അതുകൊണ്ടും ആവാം, എന്തൊക്കെയോ എന്നെ ദൈവം വിട്ടില്ല. ശരിയാ, ദാറ്റ്സ് റൈറ്റ്. അതൊരു ചിലപ്പോൾ നമ്മളുടെ ചില ഫോഴ്സസ് ഒക്കെ നമ്മളിങ്ങനെ ആക്ട് ചെയ്യുമെന്ന് പറയത്തില്ലേ, നമുക്ക് വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഒരാൾ ഒരു ഏഞ്ചൽ വന്നായിരിക്കും ചിലപ്പോൾ. സോ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഐ നോ ലൈക്ക് യു ഹാഡ് ടഫസ്റ്റ് ഡേയ്സ്. ലൈക്ക് വാട്ട് വർ യുവർ ടഫസ്റ്റ് ഡേയ്സ്? അത് ഓരോ ദിവസവും ഓരോ തരത്തിലാണ്. ആൻഡ് എൻ്റെ ഒരു ജേണി ആവൂല വേറെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു അതിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക്. അപ്പം ഞാൻ കടന്നു പോയെന്ന് പറയുമ്പോഴത്തേന് എനിക്ക് 4 cycles ഓഫ് കീമോ ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ സൈക്കിൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഷേവ് ചെയ്തു, കൈയൊക്കെ ട്രിമ്മൊക്കെ ചെയ്തിരുന്നു. കാരണം കുളിക്കുമ്പോൾ പൊതുവേ നമ്മൾ വീഡിയോസൊക്കെ ഞാൻ കണ്ടു, കുളിക്കുമ്പോൾ മുടിയൊക്കെ പോകുമ്പം ഒരു വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. കൂടാതെ എൻ്റെ കയ്യിൽ IV ഇടുമ്പോൾ തന്നെ അവരത് പറിക്കുമ്പോൾ തന്നെ ഒരു ഫ്രീ വാക്സിങ് പോലെ നല്ല വേദനയും കാര്യങ്ങളും എല്ലായിരുന്നു. പിന്നെ ഒരു ടഫസ്റ്റ് ടൈം എന്നൊക്കെ ചോദിക്കുമ്പം ഫസ്റ്റ് സൈക്കിൾ കഴിഞ്ഞ് സെക്കൻഡ് സൈക്കിളിലേക്ക് തുടങ്ങുന്ന അതിന് മുമ്പ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, WBC ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് എടുത്ത് കഴിയുമ്പോഴത്തേന് വല്ലാത്തൊരു വേദനയാണ്, മസിൽസും ബോൺസും. കാരണം അത് WBC പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈക്ക് ബോൺ മാരോ വഴി അങ്ങനെ എന്തോ ആണ് ഡോക്ടർ പറഞ്ഞത്, കൂടുതൽ എനിക്കറിയില്ല. പക്ഷേ വേദന അസഹനീയമായിരുന്നു. കൂടാതെ സെക്കൻഡ് സൈക്കിളും തേർഡ് സൈക്കിളും ഒക്കെ ആകുമ്പോഴത്തേന് എൻ്റെ ടേസ്റ്റ് ബഡ്സ് ഇല്ല, എനിക്ക് ടേസ്റ്റേ ഇല്ല. പക്ഷേ എൻ്റെ മണക്കുന്ന ആ സെൻസ് ഉണ്ടല്ലോ, നോസ്ട്രൽ സെൻസസ് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. സോ ഒരു പൊതുവെ 2-3 വീട് മാറി അവിടെ ഒരു ചിക്കൻ കറി വെച്ചാൽ എനിക്ക് ആ മണം വരുമായിരുന്നു. സോ അത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. ആൻഡ് നോഷ്യസ് ആവും കണ്ടമാനം. ആൻഡ് രാത്രിയിൽ ഉറക്കമില്ലാത്ത പല രാത്രികളായിരിക്കും. ആൻഡ് ഐ വുഡ് ബി ആസ്കിങ് മൈസെൽഫ് ലൈക്ക് ഇതെന്തുകൊണ്ട് എനിക്ക് വരുന്നു, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ആൾക്കാരോട് പറയണോ ആൾക്കാരോട് പറയണ്ടയോ, ചിലപ്പം മിക്സ്ഡ് ഓഫ് ഇമോഷൻസ് ആണ്. അതായത് ഒരു വല്ലാത്ത ഇമോഷൻസിലൂടെയാണ്. ഒരു ദിവസം നമ്മൾ പുഷ് ചെയ്ത് നമ്മളെ ഇത് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ വുഡ് ബി ലൈക്ക് വെരി ഡിഫിക്കൽട്ട്. കാരണം ഒരു ദിവസം ഐ വുഡ് ബി എനർജറ്റിക്, പക്ഷെ അടുത്ത ദിവസം ഐ വിൽ ബി I don't feel like getting from my bed. അപ്പം like my partner would ask like, are you okay, എന്താ നടക്കാത്തത്? അപ്പം I only know what I'm going through. അപ്പം അത് I would also like to say to anyone, കാരണം don't assume that ആർക്കാണെങ്കിലും ഒരു അസുഖം വരുമ്പം ലൈക്ക് ഇന്നലെ അതുപോലെ ആയതുകൊണ്ട് ഇന്ന് അതുപോലെ ആവണമെന്ന് നിർബന്ധമില്ല. അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പം എനിക്ക് നോഷ്യസ് ആയ സമയത്ത് ഒബ്വിയസ്ലി ഡോക്ടേഴ്സ് ടാബ്ലറ്റ്സും എല്ലാം തരുന്നുണ്ടായിരുന്നു. ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കാതെ വോമിറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാരണം വോമിറ്റ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു ആശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു, ഈ തങ്ങി നിന്ന് ഗ്യാസും കാര്യങ്ങളും എല്ലാം പോകുമ്പം. പിന്നെ നല്ലപോലെ വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു, വീക്കായിരുന്നു, അനീമിക്കായി. പലപ്പോഴും കുറേ സമയം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ബ്ലാങ്ക് ആവും, ഒരു 2-3 സെക്കൻഡ്സ് നമ്മൾ ബ്ലാങ്ക് ആവും, തിരിച്ചു വരും. കാരണം നമ്മൾ സ്ഥിരം കടന്നു പോകുന്ന ഒരു ലൈഫിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ലൈഫിലേക്ക് പോകും. പിന്നെ ഒരു തേർഡ് സൈക്കിളൊക്കെ ആയപ്പം ഐ സ്മെൽഡ് ലൈക്ക് മെഡിസിൻ. ലൈക്ക് എൻ്റെ സലൈവ മെഡിസിൻ പോലെ ആവുന്ന, എൻ്റെ സ്വെറ്റിന് മെഡിസിൻ്റെ സ്മെല്ല്, ഞാൻ ലൈക്ക് യൂറിനും ചെയ്യുമ്പോൾ എനിക്ക് മെഡിസിൻ്റെ സ്മെല്ല്, എന്നെ ഫുൾ ഒരു മെഡിസിൻ്റെ സ്മെല്ലാണ്, വിച്ച് ഐ ഹേറ്റഡ്. കാരണം ആ സമയത്ത് ഐ ഡിഡ്ന്റ് യൂസ് എനി ഓഫ് ദോസ് ഡിയോഡ്രൻസ് ഓർ എനിത്തിങ്. അപ്പം അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. പിന്നെ ആ IV ദേഹത്ത് തന്നെ കുത്തിക്കൊണ്ടിരുന്നു. അപ്പം കുളിക്കുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങൾ, ലൈക്ക് എന്നും 2 നേരം കുളിച്ച് ശീലിച്ച ഒരാള് IV ഹിയർ ലൈക്ക് അതൊരു എനിക്ക് സർജറി ഉണ്ടായിരുന്നു കീമോ കഴിഞ്ഞ്. അപ്പം ഇവിടെ IV ഇട്ട് സ്റ്റിച്ചസ്, അതിന്റെ പാടുകൾ. പിന്നെ ആ പാടുകൾ എന്ന് പറഞ്ഞപ്പോഴാണ് മെലനിൻ ഒരുപാട് കൂടി ദേഹത്തെ എല്ലായിടത്തും കണ്ടമാനം കറക്കാൻ തുടങ്ങി ബോഡി, ഈ കൈ, അങ്ങനെ ഒരുപാട് നമ്മള് ടോട്ടലി ഡിഫറെന്റ്, നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത കുറെ ഫിസിക്കൽ ചേഞ്ചസ്, ഇമോഷണൽ ചേഞ്ചസ് എല്ലാം വരും. ഇത് എൻ്റെ ഒരു ജേർണിയാണ്. പക്ഷെ വേറൊരാൾക്ക് വേറെ തരത്തിലായിരിക്കും. ആൻഡ് ഐ വുഡ് സേ ഡോണ്ട് അസ്യൂം ഇത് തന്നെയായിരിക്കും വേറൊരാൾക്കും. ആൻഡ് വേറൊരാളുടെ
ആരുടെ ആണെങ്കിലും ഇന്നത്തെ ഒരു അവസ്ഥ മാനസികാവസ്ഥ ആവൂല നാളെ. These are the difficult times. Coming to emotional and mental health, what helped you to stay strong regarding your mental health and everything? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ഡേയ്സ് ഭയങ്കര വേഴ്സ് ആയിരുന്നു. പലപ്പോഴും തോന്നിയിട്ടുണ്ട് കയ്യിൽ നിൽക്കൂല, കയ്യിൽ നിന്ന് പോയിന്ന് പലപ്പോഴും തോന്നും. കാരണം വെളിയിൽ നമ്മൾ എത്രത്തോളം ചിരിച്ച് നിന്നാലും രാത്രിയിൽ നമ്മൾ കണ്ണും തുറന്ന് ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ കുറേ ദിവസങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ ആസ്ക്ഡ് ടു ഗോഡ് വൈ. അത്രയും ഒരുപാട് ക്രൂരതകൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ദെൻ ഐ ആസ്ക്ഡ് ലൈക്ക് വൈ മീ. അപ്പോൾ ആ ഒരു ഇമോഷൻസ് എല്ലാം ഇനിഷ്യൽ സ്റ്റേജസിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൂടെ ആണെങ്കിൽ കീമോയുടെ ഒരു സൈഡിൽ അങ്ങ് കിടക്കുകയാണ് ക്ഷീണിച്ച്. അതിനോട് ഇമോഷണൽ വൈസും അങ്ങ് വല്ലാണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. ഐ ട്രൈ ടു ഡീവിയേറ്റ് മൈ ഫോക്കസ്. അപ്പം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇന്നത് ചെയ്താൽ ശരിയാവും, ഇന്നത് ചെയ്താൽ ശരിയാവും. ആൻഡ് ആ ഉപദേശങ്ങളോടാകുമ്പോഴത്തേന് ഒരു വല്ലാത്ത അല്ലാതെ തന്നെ ഉപദേശം കേൾക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ഇതാകുമ്പോൾ ഉപദേശം ഭയങ്കര വല്ലാത്തൊരു എഫക്റ്റീവ് ആയിരുന്നു. ആൻഡ് ഐ ട്രൈ ടു ഡീവിയേറ്റ് മൈ ഫോക്കസ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇത് പറയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ആ സമയത്തായിരുന്നു ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് I tried watching Big Boss and അതിന്റെ അകത്തെ and you truly enjoyed it. I enjoyed it. And പലപ്പോഴും ആൾക്കാർ പറയും അത് ഇമോഷണലി നല്ലതല്ല, അല്ലെങ്കിൽ സോഷ്യോസ്, അങ്ങനെ കുറെ വീക്ഷണങ്ങളെല്ലാം അതിലുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളും പട്ടാ ഗേൾസ്, അനീഷിന്റെ ഗുഡ് മോർണിംഗ്, സുപ്രഭാതമാണെങ്കിലും നിവിൻ്റെ ആ ഈ ചൊറിയുന്ന സ്വഭാവമാണെങ്കിൽ ഐ ഫെൽറ്റ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡീവിയേഷൻ ആയിരുന്നു. ആൻഡ് ആ ഡ്രാമ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ മേ ബി ഇത് ഓർക്കാതെ ഞാൻ തന്നെ എന്നെ തന്നെ ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്പ് മീ എന്ന് വേണമെങ്കിൽ പറയാം. സോ ആക്ച്വലി ബിഗ് ബോസ് കാണാൻ എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ റീൽസ് ഉണ്ടല്ലോ, പിന്നെ സൗമ്യയുടെ ഡാൻസ് ഉണ്ടല്ലോ ലൈക്ക് ചെയ്യാൻ, അതാരും കേൾക്കണ്ട. ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പക്ഷെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ചാറ്റ് ജിപിറ്റിയിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ക്യാൻസറും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത് കഴിച്ചാൽ നല്ലതാവും, ഇന്നത് കഴിച്ചാൽ ഇതാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. അത് പല ആൾക്കാരും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കായിരിക്കും. ബട്ട് ഐ വുഡ് സേ ഇതിൽ ഈ ചോദ്യമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ആഡ് അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇൻസ്റ്റയിലോ എന്ത് കാണുകയാണെങ്കിലും ഇങ്ങനത്തെ ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്യുക. ഏതെങ്കിലും ഒരു AI ടൂള്, ഈവൻ ചാറ്റ് ജിപിറ്റിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുമല്ലോ, ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചാൽ മതി, പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞോളൂ. ഈ ജേർണി കൂടെ കടന്നു പോകുമ്പോഴും ലൈക്ക് who or what was your biggest source of like energy or illengi our support tannathu aarayirunnu? Obviously my partner and my pet. Karanam I don't know അവർ എങ്ങനെ അത് മേ ബി ഞാൻ കാണാതെ അവർ ടാക്കിൾ ചെയ്തു കരയുന്നുണ്ടോ അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ടോ അറിയില്ല. പക്ഷെ എൻ്റെ അടുക്ക് വരുമ്പോൾ തന്നെ they were strong. ആൻഡ് എൻ്റെ കീമോ എന്ന് പറയുമ്പം മൺഡേ ടു ഫ്രൈഡേ കണ്ടിന്യൂസ് 5 ദിവസം, പിന്നെ അത് കഴിഞ്ഞുള്ള ട്യൂസ്ഡേ, ഈ 5 ദിവസവും എന്നെ കൊണ്ടുവിടാനും വരുമായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ജോലി സ്ഥലത്ത് അവിടെ took work from home. ആൻഡ് എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം കുറെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കുറച്ചു. അങ്ങനത്തെ ഒരുപാട് ഐ തിങ്ക് sacrificed a lot. I think I'm glad to have that. Yeah, you are glad because I think not just cancer but any kind of disease varumbulum we will have a lot of mood swings. You get too much angry, sad. Idakka nammal partners natharanga. I think you have got a lucky partner who like you're lucky to get a partner like that because he was really handling you, right? Handling my emotions ennu parayam. Pinna obviously spin കാരണം കക്ഷിയുടെ അഡോളസൻസ് ഫേസ് എല്ലാം ഉള്ള സമയത്തായിരുന്നു എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം. കാരണം ഹി വാസ് ലീസും എന്നോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് കക്ഷി. ആൻഡ് എനിക്ക് ഈ അസുഖമായ സമയത്ത് എനിക്ക് സ്മെല്ലിൻ്റെ ഒക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു, നോഷ്യസും കാര്യങ്ങളും. അപ്പം ഞാൻ ഒരു സെപ്പറേറ്റ് റൂമിലേക്ക് മാറിയപ്പോഴത്തേന് കക്ഷി ആ ഡോറിൻ്റെ അവിടെ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ വന്ന് ഒളിഞ്ഞു നോക്കും. എന്നിട്ട് തന്തപ്പടി ഇന്ന് വലിയ കുഴപ്പമില്ല, അങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ അത് ഈ അണ്ടർസ്റ്റുഡ് എന്തോ ഒരു വ്യത്യാസം എന്നിൽ വരുന്നുണ്ട്. ആൻഡ് അങ്ങോട്ട് പോയാൽ മിക്കവാറും വഴക്ക് കിട്ടും, അങ്ങോട്ട് സമ്മതം ചോദിച്ചിട്ട് ചെന്നാൽ മതി. രണ്ടുപേരും ഭയങ്കര അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. ഞാൻ
കടന്നുപോയ ഇമോഷൻസിൽ ആൻഡ് ഐ ഗസ് ഐ ആം ലക്കി ടു ഹാവ് ബോത്ത് ഓഫ് ദം ഇൻ മൈ ലൈഫ്. പിന്നെ എൻ്റെ കുറേ ഫ്യൂ സർക്കിൾസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ഐ എം ഗ്ലാഡ് ടു ഹാവ് ദം. കാരണം ആ സമയത്ത് ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഞാനെന്ന് പറയുമ്പോൾ ഒരു കേരള ഫുഡിയാണ്, എസ്പെഷ്യലി കേരള ഫുഡി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആൾക്കാരുണ്ട്, ആശ് ചേച്ചിയുണ്ട്, കാരണം ദേ ലിവ് ഇൻ ബ്രാംപ്ടൺ. ഇവിടെ വന്ന് ഐ ലിവ് ഇൻ എയ്ജാക്സ്. ദേ ഡ്രൂ ആൻഡ് ഗേവ് മി എ ലോട്ട്. ഒരുപാട് സമയത്ത് ഫുഡ് വന്നിട്ടുണ്ട്. ഇൻഫ്ലുവൻസർ സൗമ്യ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് മീൻ കറി വിച്ച് ഇസ് ഐ എം സോ ഗ്ലാഡ് ടു ഹാവ് യു. പിന്നെ മർസുബാൻ, സെറ്റ് ഓഫ് ഫ്രണ്ട്സ്, അവരെ ദേ ഗേവ് മീ. പിന്നെ പൂജ ആൻഡ് കുറച്ച് ആൾക്കാർ എനിക്ക് വന്ന് കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ദേ സെൻഡ് മീ കാർഡ്സ്, ഫ്ലവേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടൊക്കെ ഉള്ളു. ഇതിലൊക്കെ ആൾക്കാർ തരാൻ തുടങ്ങി. ആൻഡ് റിയാലിറ്റി ഇസ് ദാറ്റ് വളരെ കുറച്ച് ആൾക്കാർ മാത്രം. I thought I had a lot of friends. പക്ഷെ നമുക്കൊരു ടഫസ്റ്റ് പോയിന്റിൽ നമുക്ക് മനസ്സിലാവുള്ളൂ how many people are so close. എല്ലാവരും മേ ബി പറയാം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഡിസീസ്. ലൈക്ക് എന്നോട് ആരൊക്കെ ഹായ് ഹൗ ആർ യു, എന്നോണ്ട് വിശേഷം എന്ന് ചോദിച്ച ആൾക്കാരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ എം ഗോയിങ് ത്രൂ ദിസ്. അതുകൊണ്ടാണ് ആക്റ്റീവ് അല്ലാത്തത്, മെസ്സേജിന് റിപ്ലൈ വരാത്തല്ല, ഞാനൊന്ന് മെസ്സേജ് അങ്ങോട്ട് അയക്കാത്തത്. അങ്ങനെ ചോദിക്കാത്ത ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ എനിക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഹായ് മെസ്സേജ് ആ സമയത്ത് അയച്ച ആൾക്കാർ ഓൾ ആർ അവെയർ വാട്ട് ഐ വെന്റ് ത്രൂ. That's true. I know like your parents are like in Kerala and your brother is also like in India. Definitely avarku kuda varan pattilla, but I know like they would have supported you through a lot through your words. And aa support enganayirunnu, like you know like they're very far from you, onnum cheyan pattathilla, but like you wish they were near to you, right? To be frank, I did not wish they were near me, because നമ്മളുടെ നാട്ടിലെ ക്യാൻസർ എന്ന് പറയുമ്പം ഉള്ള ഒരു പെർസെപ്ഷൻസ് ഭയങ്കര വ്യത്യാസമാണ് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിൻസസ് മാർഗരറ്റിലായിരുന്നു. അപ്പം അവിടെ ഒരു ടൂറിന് വരുന്ന പോലെയാണ് മിക്ക ആൾക്കാരും കീമോ ഒക്കെ ചെയ്യാൻ വന്നത്. ഐ ഹാവ് സീൻ പീപ്പിൾ കമ്മിങ് ലൈക്ക് ദാറ്റ്. ഓൾസോ നമ്മളുടെ ഒരുപാട് സഫോക്കേഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ദി വ്യൂ പോയിന്റ് ഓഫ് ലൈക്ക് ഹൗ ദേ സീ ക്യാൻസർ ഇസ് സോ ഡിഫറെൻറ്റ്. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ അവരിവിടെ വരണമെന്ന് കാരണം അവർ വന്നിട്ട് ഭയങ്കര വിഷമമായിരിക്കും. എന്തുകൊണ്ട് വൈ മൈ സൺ, വൈ മൈ ബ്രദർ എന്നുള്ള ഒരു ചോദ്യം അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം ഐ ഡോണ്ട് വാണ്ട് ദം ടു ബി സാഡ് സീൻ. കാരണം അത്ര നല്ലൊരു 15-20 കിലോ വെയിറ്റ് ലോസ് ഉണ്ട്, മുടി പോകുന്നു, ഭയങ്കരമായിട്ട് സ്ലിം ആവുന്നു. അതൊക്കെ ഒരു സ്വന്തം മോൻ ഇതിലൂടെ കടന്നു പോകുന്ന കാണുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് വിഷമാവും. അതുകൊണ്ട് I didn't want them to see. And I would also say my brother, ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞപ്പം he was sad and he asked me like why, എന്തുകൊണ്ടത് സംഭവിച്ചു അങ്ങനെ. ഐ ഡോണ്ട് ഹാവ് ആൻ ആൻസർ. എന്തുകൊണ്ട് ഐ ഡോണ്ട് നോ. ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പനി ജലദോഷം പോലെ വരാളുടെ പടർന്നു പോലെ ഇറ്റ് ഹാപ്പൻ. അതിന് പ്രത്യേകിച്ച് എനിക്ക് ഉത്തരങ്ങളൊന്നുമില്ല. ജെനറ്റിക്സ് ഐ ഡോണ്ട് നോ ഇഫ് എനിവൺ ഇൻ മൈ ഫാമിലി ഹാഡ് ക്യാൻസർ, അങ്ങനത്തെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. അപ്പം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഐ ഡോണ്ട് ഹാവ് വന്നു. അപ്പം ബാക്കി നോക്കാം. അപ്പം അങ്ങനത്തെ. ആൻഡ് ഹീ ഇനിഷ്യലി കക്ഷിക്ക് വിഷമമായിരുന്നു, പക്ഷെ പുള്ളി ഡീൽ ചെയ്തു കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങോട്ട് ധൈര്യം കൊടുക്കുമായിരുന്നു, വിഷമിക്കേണ്ട കാര്യമില്ല, ഇറ്റ്സ് ഓക്കെ, ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് ആണ്, നാട്ടിലെ പോലെ ശോകമായ അവസ്ഥകളൊന്നും ഇല്ല. അതായിരുന്നു എൻ്റെ നെക്സ്റ്റ് ഞാൻ ചോദിക്കാൻ വന്നത്. നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ലൈക്ക് പീപ്പിൾ ആർ സ്കേർഡ്, മനസ്സിലായോ? ലൈക്ക് ടു ഈവൻ ഗോ ടു ഹോസ്പിറ്റൽസ്, സീ എ ക്യാൻസർ പേഷ്യൻറ്റ്, ലൈക്ക് ദ വെരി വീക്ക്, ലൈക്ക് ആൾക്കാർക്ക് തന്നെ വിഷമം വരും. ആൻഡ് ദേ കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വൈ, like these people are like this, they are weak എന്ന് പറഞ്ഞുകൊണ്ട്. But compare കാനഡയിലോട്ട് വരുമ്പം like you yourself have told me like people just come there, they do coloring, they do knitting, അതെല്ലാം ചെയ്താണ് അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്, കീമോതെറാപ്പി. ബട്ട് അത് ആ ഡിഫറൻസ് എങ്ങനെയാണ് നിനക്ക് തോന്നിയത്? അത് പെർസെപ്ഷൻ ഓഫ് ഡിസീസസ് അല്ലെ പെർസെപ്ഷൻ ഓഫ് ക്യാൻസർ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. നാട്ടിൽ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും വേറൊരാൾക്ക് ഈവൻ ഒരു പനി വന്നു, അല്ലെ ജലദോഷം വന്നു, ഈവൻ മഞ്ഞപ്പിത്തം വന്നു, എന്ത് ക്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിസീസ് ആണെങ്കിലും ആൾക്കാർക്ക് ശോകം പിടിച്ച ഒരു നേച്ചുറൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. നമുക്കറിയാം മെഡിക്കൽ ഫീൽഡ് ഒരുപാട് വളർന്നു, ക്യൂറബിൾ ആണ്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ
പല വ്യത്യാസങ്ങളിലൂടെ കടന്നു പോകും. അപ്പം ഇവിടുത്തെ ആൾക്കാർ ഇച്ചിരി റിയാലിറ്റി ബേസ്ഡ് ആണ്, നാട്ടിൽ ഇച്ചിരി ഇമോഷണൽ ബേസ്ഡ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം മേ ബി ബിക്കോസ് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാവാം, കാരണം നമ്മൾ അതിലൂടെ കടന്നു പോകുന്ന അവർ കാണുമ്പോൾ അവർക്ക് വിഷമം ഉള്ളത് കൊണ്ടാവാം. പക്ഷെ സത്യം പറയല, ആ വിഷമം കൊണ്ടുള്ള അവരുടെ നോട്ടം അല്ലെ അവരുടെ വാക്കുകൾ അത്ര ഹെൽപ്ഫുൾ ഒന്നുമല്ല. അതാണ് ഞാൻ ലൈക്ക് വരുമ്പം ഇത് ചോദിക്കാൻ വരുമ്പം ലൈക്ക് എന്താണ് ഒരു ഫ്രണ്ട്സ് ഓർ ഫാമിലി, what do you think, how should they support a cancer patient? അല്ലെങ്കിൽ ആ ഗോ ത്രൂ ചെയ്യുന്ന ആള് എന്താണ് പറയേണ്ടത്, എന്താണ് പറയാൻ പാടില്ലാത്തത്? ഓരോരുത്തരുടെയും ജേണി ഓരോന്നാണ്. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് വന്ന് ഇവൻ ലൈക്ക് നീ വന്ന് കണ്ടപ്പോഴാണെങ്കിൽ പോലും ലൈക്ക് വി ക്രാക്ക് ജോക്സ്, അങ്ങനത്തെ തമാശ, നമ്മളുടെ ക്ലീഷ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ, ആൻഡ് ഐ വാണ്ട് ദോസ് കൈൻഡ് ഓഫ് ചാറ്റ്. അല്ലാതെ വന്നിട്ട് നീ സൗമ്യ ഇപ്പം അടുത്തുള്ളതുകൊണ്ട് നീ വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എന്നാലും എൻ്റെ കാർത്തിക് നിനക്കിത് പറ്റിപ്പോയല്ലോ, എന്താ ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സ്പിന്നിനെ വിട്ട് നിനക്ക് അടുപ്പിച്ചേനെ. സോ അങ്ങനത്തെ അല്ല, ലൈക്ക് നമുക്കൊരു സിമ്പതി അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഈ ടൈമിൽ നമുക്കത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് വന്നു ഇനി ബാക്കി നമ്മൾ ലെറ്റ്സ് സീ എങ്ങനെ പോകുന്നത് നമ്മൾ കാണാം. അപ്പം വന്ന് ക്രാക്ക് സം ജോക്സ്, സാധാരണ ഒരു നമ്മൾ എങ്ങനെ സംസാരിക്കുക, അല്ലാതെ ഒരു രോഗി എന്ന രീതിയിൽ. ഐ നോ it will be hard for you as a like patient, ആയിരിക്കും അത് കുറച്ചുകൂടെ ഹാർഡ്. ലൈക്ക് ഒരു സിമ്പത്തിയും എന്താ പറയുന്ന ആ ഒരു അങ്ങനത്തെ കാര്യങ്ങൾ എൻവയൺമെന്റ് അങ്ങനെ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു ഷോക്ക്. എനിക്കറിയാം വേറൊരാൾക്കൊരു രോഗം വരുമ്പോൾ നമുക്ക് വന്ന് ജോക്ക് ക്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വന്ന് എങ്ങനെ ഉണ്ട് സാരമില്ല അതൊക്കെ ആയിരിക്കും നമുക്ക് പറയാൻ തോന്നുന്നത്, ഇമോഷൻസ് അങ്ങനെ. പക്ഷേ വെരി ഡിഫിക്കൾട്ട് ടു ഗോ ദർ ആൻഡ് ക്രാക്ക് ജോക്സ്. പക്ഷേ ഒരു രോഗിക്ക് അത് ഒരുപാട് വ്യത്യാസം വരുത്തും. കാരണം നാട്ടിലൊക്കെ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു നേച്ചറാണ്. ഈവൻ ബന്ധുക്കളാണെങ്കിലും ഐ ഡോണ്ട് നോ അബൌട്ട് ഫ്രണ്ട്സ്. കാരണം ഞാനൊരു ജനറലൈസ്, കാരണം വായിച്ചറിവുള്ളും വീഡിയോ കണ്ടും ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ആൾക്കാർ നമ്മളോട് വന്ന ശോകകരമായ കാര്യങ്ങൾ, ആൻഡ് we don't want that. Yeah. So this happened. Let's see how it goes. Go with the flow. Yeah. So how has your life changed, like since becoming a survivor? എന്ത് ചേഞ്ചസ് ആണ് വന്നേക്കുന്നത്? പെർസെപ്ഷൻ അബൌട്ട് ലൈഫ് തന്നെ മാറിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്യാൻസറിന് മുമ്പ് അല്ലെങ്കിൽ ഇത് വരുന്നതിന് മുമ്പ് എല്ലാ കാര്യത്തിനും ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇന്നത് ചെയ്താൽ എങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻസ് വന്നാൽ അയ്യോ അത് പ്രശ്നമാണല്ലോ, ആ ഒരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഐ ഡോണ്ട് കെയർ. കാരണം ഈ കടന്നു ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോയതാണ്. അപ്പം ആ സമയത്ത് ഞാൻ ഈ ഡയഗ്നോസ് ചെയ്ത സമയത്തൊക്കെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചില്ലല്ലോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ വന്നായിരുന്നു. അപ്പം ഇപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യുക. വേറെ ആൾക്കാർ എന്തു പറഞ്ഞാലും ഐ വിൽ ലിസൺ, ബട്ട് ഐ ഡോണ്ട് കെയർ. കാരണം എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ജീവിതം ഇച്ചിരൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇഫ് ഐ സേ ആൻ എക്സാമ്പിൾ, ഇത് തലയിൽ വെച്ചെങ്കിൽ വിഗാണ്, എനിക്ക് നാച്ചുറൽ ആയിട്ട് ഹെയർ ഇപ്പോൾ പറ്റൂല. ഐ ഹാഡ് പീപ്പിൾ, ഒരുപാട് ആൾക്കാർ നമ്മൾ ഫിൽറ്ററൊക്കെ വെച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പോൾ തന്നെ ദേ തോട്ട് ഇറ്റ്സ് എ നാച്ചുറൽ ഹെയർ. കാരണം ആൾക്കാർക്ക് അറിയത്തില്ല ഈ ക്യാൻസർ വന്നിരുന്നൊക്കെ. അല്ലാത്തവരെ വിഗാണോ അങ്ങനത്തെ നല്ല വിഗ് വാങ്ങിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഐ വിൽ ബി ആസ്കിങ് ലൈക്ക് if you interact me the amount we can go together and buy a wig that you like. You buy for me, I can wear it. ഞാൻ പൈസ അയച്ചാൽ നമ്മൾ ഒരുമിച്ച് പോയി ഷോപ്പ് ചെയ്യാം, നിങ്ങളും ഹാപ്പി ഞാനും ഹാപ്പി. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലേക്ക് ഒരു ഞാൻ മാറി. ഡോണ്ട് കെയർ മൈ ലൈഫ്, മൈ ഹാപ്പിനെസ്, മൈ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ ഒപ്പീനിയൻസ് വേണമെങ്കിൽ എടുക്കാം റിപ്ലൈ വിത്ത് റെസ്പെക്ട്. എല്ലാം അങ്ങനത്തെ ഇതിലേക്ക് മാറി. ഐ തിങ്ക് എല്ലാവരും അങ്ങനെ ആവണമെന്നാണ്. കാരണം at some point of life you become that. നമ്മൾ കുറച്ച് സമയം എടുക്കുമെന്നേ. ഞാൻ ഇപ്പോഴായത് നീ കുറച്ച് സമയം എടുത്തത് മനസ്സിലാക്കാൻ. ഓക്കെ, പല ആൾക്കാരും ഡയഗ്നൈസ് ചെയ്ത ആൾക്കാരുണ്ട്, or they might be going through this like this phase. But I know like നിനക്ക് like ഒത്തിരി അഡ്വൈസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. But what is it one advice that you want to give it to them? I am not a person to give any advice. കാരണം ഓരോരുത്തരുടെയും ജേണി ഓരോന്നാണ്. പക്ഷേ ഞാൻ കടന്നു പോയത് കൊണ്ട് പറയാമെന്ന് വെച്ചാൽ ഇഫ് യു ആസ്ക് മീ
ക്യാൻസറിൽ ആ രോഗത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കും കെയർ ഗീവേഴ്സിനോടും ഫ്രണ്ട്സിനും എല്ലാവർക്കും എനിക്ക് അഡ്വൈസ് കൊടുക്കാറുണ്ട്. കാരണം കടന്നു പോകുന്ന ആൾക്കാരോട് കൊടുക്കാന്ന് വെച്ചാൽ യുവർ ജേർണി ഈസ് യുണീക്ക്. അപ്പം ചിലപ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യില്ല. കാരണം ഞാൻ കടന്നുപോയ വിഷമങ്ങളോ യാതനകളോ ഇമോഷണൽ ഇംബാലൻസോ ആവില്ല നിങ്ങൾ കടന്നു പോകുന്നത്. ആൻഡ് ട്രൈ ടു കൺട്രോൾ യുവർ ഇമോഷൻസ് ആൻഡ് യുവർ ലൈഫ്. കാരണം പലപ്പോഴും പല ചിന്തകളും നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകും. കാരണം ഉറക്കമില്ലാത്ത പല രാത്രികളും വേദനജനകമായതും ലൈക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത പല പല സന്ദർഭങ്ങളും ഉണ്ടാകും. ആൻഡ് ട്രൈ ടു കൺട്രോൾ യുവർ മൈൻഡ്, ഇമോഷൻസ് എല്ലാം ആൻഡ് റിസർച്ച് ചെയ്യാൻ നോക്കുക. നമ്മുടെ ബ്ലൈൻഡ്ലി എല്ലാം വിശ്വസിക്കരുത്. ഒരുപാട് ഉപദേശങ്ങൾ വരും. ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്താൽ ശരിയാവും, ഇന്നടത്ത് പോയതാവും, ഇന്നത് കഴിച്ചാൽ ശരിയാവും, ഇവിടെ പോയി ഇത് നേർച്ചകൾ നേർന്നാൽ ഇതാവും. ഇറ്റ്സ് നോട്ട് ബാഡ് ടു ബി സ്പിരിച്വൽ ഓർ റിലീജിയസ്. പക്ഷേ ട്രീറ്റ്മെന്റിന്റെ എന്തെങ്കിലും കാര്യത്തിലൂടെ അവർ ഒപ്പീനിയൻസ് വരുവാണ്, ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ പല കാര്യങ്ങളും ചാറ്റ് ജി പി ടിയോട് ചോദിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തിയിരുന്നു. പൊതുവെ പറയും ഗൂഗിളിനോട് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും ക്യാൻസറാ വരുന്നതെന്ന്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങൾ ഗൂഗിൾ AI, ജെമിനി, എന്തെങ്കിലും കോപ്പൈലറ്റ്, ദേ ഗിവ് യു ദ ആൻസേഴ്സ്. അപ്പൊ അതൊക്കെ റിസർച്ച് ചെയ്യാൻ ഡോക്ടേഴ്സും ഉണ്ട്. നാട്ടിലെ പോലെ ഡോക്ടേഴ്സ് ഇവിടെ ആക്സസിബിൾ അല്ല. നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. അപ്പം ഈ AI ചോദിച്ച് അത് മാത്രം വായിക്കാതെ അതിൻ്റെ കൂടെ ഒരു പേപ്പറിന്റെ ലിങ്ക് കൂടെ ഉണ്ട്, എപ്പോഴും അത് പ്രൊവൈഡ് ചെയ്യും. നമ്മളത് വായിക്കാറില്ല. അതുകൂടെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ കെയർ ഗീവേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇന്ന് ചിലപ്പോൾ എന്നെ വന്ന് വിസിറ്റ് ചെയ്തെന്ന് വെച്ചോ, അപ്പം എൻ്റെ ഇമോഷൻ ആവൂല നാളെ, അതാവൂല മറ്റന്നാൾ. എന്താണ് നിങ്ങൾ വന്നിട്ട് ആ എൻ്റെ ഇമോഷൻസ് ദുഃഖമാണോ സന്തോഷമാണോ try to cheer me up. അല്ലാതെ അവിടെ വന്ന് ആരാണെങ്കിലും ഏത് അസുഖം ഇൻ ജനറൽ ഷോഗോടി പാടില്ല. അത് ഭയങ്കര ഒന്നോർത്ത് നമ്മളൊരു ഒന്നാമത് നമ്മൾ തന്നെ ശോകത്തിലൂടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ശോകമാണ്. വേറൊരാളുടെ ശോകം വേണ്ട. ഒരു MT വാസുദേവന്റെ സിനിമ വേണ്ട, നമുക്കൊരു ശങ്കറിന്റെ സിനിമ മതി. ഒരു കളർഫുൾ കളർഫുൾ കൊടകൾ, അങ്ങനത്തെ ഒരു ഇതാവട്ടെ. എനിവേ ജീവിതം ഒരു കരച്ചിൽ പിഴിച്ചിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു കളർഫുൾ ആവണം. നീ എങ്ങനെ പറഞ്ഞപ്പോഴും ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ദ വേ യു ടോൾഡ്. എനിക്കത് ചോദിക്കാൻ വന്നത്, ദൈവത്തിൽ വിശ്വാസം കൂടിയോ ഇപ്പം? ദൈവത്തിൽ വിശ്വാസം കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊരു ഓൾറെഡി പറഞ്ഞു എന്നോട്, ലൈക്ക് യു ഹാവ് ആസ്ക്ഡ്, ഓക്കെ, എവ്രിവൺ ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് വൈ ദിസ് ഹാപ്പൻ ടു മീ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. ഇപ്പം ഞാനെല്ലാം ചോദിച്ചിട്ടുണ്ട്. ബട്ട് വെൻ യു ആസ്ക്ഡ്, ലൈക്ക് നിനക്ക് അപ്പോൾ എന്ത് മാനസികാവസ്ഥയായിരുന്നു വെൻ യു ആസ്ക്ഡ് ദാറ്റ്? ലൈക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബട്ട് യു ഓൾസോ ആസ്ക്ഡ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ദൈവത്തിനോട് ദേഷ്യമായിരുന്നു. എന്തുകൊണ്ട്? കാരണം ഞാൻ വലിയ പാപങ്ങളൊന്നും എൻ്റെ അറിവിൽ ചെയ്തിട്ടില്ല. ഒബ്വിയസ്ലി കുശുമ്പ് കാണും, പിന്നെ ആൾക്കാർ നമ്മളെക്കാട്ട് നല്ലതാകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരു കുശുമ്പ് കാണും. അങ്ങനത്തെ കുഞ്ഞു മനുഷ്യനുള്ള ഇമോഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ വലിയ പാപമാണോ, ആൻഡ് വൈ മീ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല രാത്രികളിലും, ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ചോദിച്ചായിരുന്നു ദൈവത്തിനോട് എന്തുകൊണ്ട് എനിക്ക്. പലപ്പോഴും ഞാൻ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ പറയുമല്ലോ, പേരൻസിനോ അങ്ങനെ ആർക്കെങ്കിലും അസുഖമൊക്കെ, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അസുഖം വരികയാണെങ്കിൽ എനിക്ക് തന്നോളൂ, ആർക്കും ഒന്നും കൊടുക്കില്ല. ഇനി ഞാൻ എനിക്ക് കിട്ടിയത് മതി, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഊബറിന് പൈസ തരാം, അത് ആ വഴിക്ക് പൊക്കോട്ടെ, ഇത്രയും അനുഭവിച്ചത് മതി. ആൻഡ് പിന്നെ സ്പിരിച്വൽ ഇച്ചിരി കാരണം ഐ ഡോണ്ട് നോ, ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങളുടെ അനുഗ്രഹം, മേ ബി എൻ്റെ അച്ഛൻ ഭയങ്കര റിലീജിയസ് ആണ്, അച്ഛൻ പ്രാർത്ഥിച്ച ദൈവങ്ങളുടെ ഒരു അനുഗ്രഹമോ എന്തെങ്കിലും ആവട്ടെ. കാരണം എനിക്ക് MRI ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ആൻഡ് ഐ പ്രേഡ്, ഞാനൊരു ഹിന്ദുവാണ് ബൈ ബിലീഫ്, ഞങ്ങൾക്ക് നേർച്ച കാര്യങ്ങളും അങ്ങനത്തെ ഉണ്ട്. ചുമ്മാ ജസ്റ്റ് ഒരു നേർച്ച നേർന്നപ്പോൾ ഐ ഗോട്ട് MRI ഡേറ്റ്. ആൻഡ് I don't know how it happened. Faith ആവാം, maybe the stars aligned. അങ്ങനെയും വേണേൽ പറയാം. I don't know if I can say that, like, but എല്ലാം ഒരു നടന്നു. പെട്ടെന്ന് എനിക്ക് അപ്പം തന്നെ പ്രാർത്ഥിച്ച് then I said I will come and visit you നാട്ടിൽ വരുമ്പോഴത്തേന്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചപ്പോഴത്തേന് എനിക്ക് എൻ്റെ ഓങ്കോളജിസ്റ്റിന് അപ്പോയിൻമെൻറ്റ് കിട്ടി, മൗണ്ട് സൈനയിലേക്കുള്ള സർജൻ്റെ അപ്പം. അങ്ങനെ പല കാര്യങ്ങളും എല്ലാം നടന്നു. മേ ബി അത് പ്രാർത്ഥിച്ചില്ലെങ്കിലും നടക്കുമായിരിക്കും, പക്ഷേ You believe that I believed and I prayed and it happened. ചിലപ്പം പ്രോബബിലിറ്റി വഴിയൊക്കെ നടന്നതും ആവാം, പക്ഷേ എൻ്റെ അനുഭവം അതാണ്. ചില ആൾക്കാർ നോക്കുമ്പോഴത്തേന് അത് വലിയ ന്യായവും അങ്ങനത്തെ ഒന്നും കാണൂല, പക്ഷെ എൻ്റെ മൈ എക്സ്പീരിയൻസ് ഈസ് മൈ ബിലീഫ്. അത്
അത് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഇപ്പം നീ ഓൾറെഡി പറഞ്ഞു ലൈക്ക് നിനക്ക് ലൈക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. ലൈക്ക് യു ഡിഡ്ന്റ് ഹാവ് എനി എന്താ പറയുക ടേസ്റ്റ് ബഡ്സ് ഒന്നും വർക്കൗട്ട് ആയില്ല. ബട്ട് നിനക്ക് കുറേ പേര് ഫുഡ് ഉണ്ടാക്കിയും തന്നു. ലൈക്ക് ബട്ട് റൈറ്റ് നൗ ലൈക്ക് ആഫ്റ്റർ യുവർ ലൈക്ക് റിക്കവറി എല്ലാം കഴിഞ്ഞപ്പം വാട്ട്സ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഫെൽ ലൈക്ക് ഈറ്റിംഗ്? വാട്ട്സ് ദ ഫസ്റ്റ് ഫുഡ് ദാറ്റ് യു ഫെൽ ലൈക്ക് ഈറ്റിംഗ്? ചോറ്, മീൻകറി, പയറ് മെഴുക്കുരട്ടി, ബീട്രൂട്ട് തോരൻ, പുളിശ്ശേരി, അച്ചാർ. നീ പണ്ടേ നാടനാ. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു ചോറുണ്ടെന്ന്. ഓ അതൊരു വേറെ ഫീലിംഗ് അല്ലേ? എനിക്ക് ടേസ്റ്റ് ബഡ്സേ ഇല്ല. അവസാനം ടേസ്റ്റ് ബഡ്സ് വരുമ്പോൾ എന്തൊരു ഫീലിംഗ് ഇല്ലാതെ. പക്ഷെ എനിക്ക് ആ ടേസ്റ്റ് ബഡ്സ് ഇല്ലാത്ത സമയത്തും ലൈക്ക് ആശ്ചേച്ചി എനിക്ക് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഷീ മെയ്ഡ് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി. അന്ന് ബ്രാംപ്ടണിൽ നിന്ന് ഇവിടെ കൊണ്ടുതന്നു. ആൻഡ് യു മെയ്ഡ് മീ മീൻകറി. മഞ്ജു എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. ആൻഡ് ഐ മെറ്റ് ഹർ ഇൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഫുഡ് കൊടുത്തു. ആൻഡ് ഐ ടെക്സ്റ്റഡ് ഹർ മൈ കണ്ടീഷൻ ആൻഡ് എവറിത്തിങ്. പുള്ളിക്കാരി എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു. കുറേ ഫ്രണ്ട്സ്, പൂജ, മിസ്രീന, ആൻഡ് ഇവർക്കൊന്നും വേണേൽ ഉണ്ടാക്കി തരാം, വേണ്ടേൽ ഉണ്ടാക്കി തരണ്ട. ബട്ട് ദേ ഓൾ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കി. ലൈക്ക് ഐ തിങ്ക് നമുക്ക് ആ സമയത്ത് വേണ്ടതും ലൈക്ക് ഒരു സപ്പോർട്ട് ആൻഡ് ഓൾസോ ലൈക്ക് ഫുഡ്. Not just for you, like your partner too. പക്ഷെ അത് ഉണ്ടാക്കി തന്നതിന്റെ അത്രയും താങ്ക്ഫുൾനെസ് നമുക്ക് വേറെ ആർക്കും കൊടുക്കാനില്ല. ഭക്ഷണമാണ് ഏറ്റവും നമ്മൾ പറയുമല്ലോ, ഭക്ഷണമാണ് ഏറ്റവും വലിയ ഒരു സഹായം വിശക്കുന്നവന് കൊടുക്കാൻ. ആ സമയത്ത് ഇനിഷ്യലി ഒരു റെസ്റ്റോറൻറ്റുമായിട്ട് മേടിക്കുന്നുണ്ടെങ്കിലും അതൊരു നോർത്ത് ഇന്ത്യൻ കൈൻഡ് ഓഫ് ഫുഡാണ്. എനിക്ക് പൊതുവെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമല്ല. പക്ഷെ ഒരു സൗത്ത് ഇന്ത്യൻ എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി കുറേ ആൾക്കാർ ഉണ്ടാക്കി തന്നെ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദം. ആൻഡ് ഐ ഡോണ്ട് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഇൻ ദ റിലേഷൻഷിപ്പ് വിത്ത് ദം, ആൻഡ് ഐ വിൽ ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. കാരണം അതൊരു വല്ലാത്ത ഒരു അവസ്ഥയിൽ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. that you have to be really thankful. ഇപ്പൊ നീ നാട്ടിൽ പോയിട്ട് കുറേ നാളായി? ഒരു വർഷത്തോളം. ഒരു വർഷത്തോളം, യെസ്. ഇപ്പം നീ നാട്ടിൽ പോയിട്ട് ഒരു വർഷത്തോളമായി. അതിൻ്റെ ഇടയ്ക്ക് ക്യാൻസർ വന്നു. ഇനി നീ നാട്ടിൽ പോകുമ്പം അമ്മയുടെ കയ്യിൽ നിന്ന് ഇല്ലെങ്കിൽ അമ്മയുടെ ഫേവറേറ്റ് അല്ലെങ്കിൽ നിനക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു സാധനം കഴിക്കണമെന്ന് തോന്നിയാൽ അത് എന്തായിരിക്കും? ഒരു ലഞ്ച് മീലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിന്നർ മീൽ. ചോറ്, അവിയൽ, വെണ്ടയ്ക്ക മെഴുക്കുരട്ടി, മീൻ വറുത്തത്. അപ്പം മീൻ അമ്മയ്ക്ക് അയല ഇഷ്ടമാണ്. ഷീ മേക്സ് അയല നന്നായിട്ടുണ്ടാക്കും. ആൻഡ് അവിയൽ ഓൾസോ നല്ല തേങ്ങയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കും. പിന്നെ പുളിശ്ശേരി, അച്ചാർ ഏതായാലും കാണും. ഇത്രയൊക്കെ മതി. ഇത്ര മതിയല്ലേ? അമ്മയ്ക്ക് ഇനി സമയമുണ്ട്, ഇനിയും ഇച്ചിരി ഉണ്ടാക്കിക്കോട്ടെ. പക്ഷെ ഇത്രയും എന്തായാലും നീ പെട്ടെന്ന് പോയി കഴിക്കുക. കുസൃതി ചോദ്യങ്ങൾ. ഓക്കെ, സോ ഫസ്റ്റ് ചോദ്യം ഈസ്, കയ്യിൽ പിടിച്ചാൽ നീളും, വിട്ടാൽ ചെറുതാകും, എന്താണ്? കയ്യിൽ പിടിച്ചാൽ നീളും, റബ്ബർ ബാൻഡ് ആണോ? വിട്ടാൽ ചെറുതാകും. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, ആരും ചോദിക്കാതെ തന്നെ വരും, ചിലപ്പോൾ അൺവാണ്ടഡ് ആയിട്ടും വരും, എന്താണ്? ക്യാൻസർ. അയ്യോ, ശരിയാണല്ലോ. അതല്ല, വേറെ അസുഖമല്ല. നീ എന്റെ വീട്ടിലേക്ക് കയറി വരുന്നു തിന്നാൻ ഫുഡ്. ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ നീ തരണം. ഉദ്ദേശിക്കുന്ന ആൻസർ തന്നെയാണോ? ഒന്നുകൂടെ ചോദിച്ചത്. ആരും ചോദിക്കാതെ തന്നെ വരും, ചിലപ്പോൾ അൺവാണ്ടഡ് ആയിരിക്കും, എന്താണ്? അറിയില്ല. അഡ്വൈസ്. ഓക്കെ. ആൾക്കാർ ഇങ്ങനെ വെറുതെ അഡ്വൈസ് തരത്തില്ല, വേണ്ടെങ്കിലും. എന്റെ ഉത്തരം ശരിയാ, ഞാൻ വിളിച്ചിട്ടൊന്നും വന്നതല്ല. ശരിയാ. ഓക്കെ, നിനക്കുള്ളത് നീ കാണില്ല, മറ്റുള്ളവർക്ക് അത് കാണണ്ട. നീ ഉദ്ദേശിക്കരുത്, ഇതൊരു ഫാമിലി പരിപാടിയാണ്. നിനക്കുള്ളത് നീ കാണില്ല, മറ്റുള്ളവർ കാണും. മറ്റുള്ളവരുടെ ഞാൻ കാണും. മറ്റുള്ളവരുടെ നീയും കാണും, അവര് നിന്റെ. പറയട്ടെ? ബാക്ക്, പുറം. ഞാൻ ഉദ്ദേശിച്ച പുറത്തെ ബാക്ക്. നമുക്ക് കണ്ണാടി കാണത്തില്ലേ? അങ്ങനെ കണ്ണാടി ഇങ്ങനെ കാണണ്ടേ? ലൈക് നിനക്ക് കാണാൻ പറ്റത്തില്ല. എന്റെ വീട്ടില് 360 കണ്ണാടിയൊക്കെ ഉണ്ട്. ഞാൻ വരുമ്പോ 360 കാണിക്കണം. ഓക്കെ, അടുത്തത്, പറക്കാൻ കഴിയില്ല പക്ഷെ ആകാശത്തിൽ കാണും, എന്താണ്? കൈറ്റ് പറക്കും. ഓക്കെ, സീരിയസ്ലി? കൈറ്റ് പറക്കും. ആകാശ വിമാനം പറക്കാൻ പറ്റില്ല, പക്ഷെ നക്ഷത്രം മൂവ് ചെയ്യത്തില്ലേ? പറക്കല്ലോ. നക്ഷത്രം ഇസ് കോൺസ്റ്റന്റ്. എന്റെ ആൻസർ നക്ഷത്രമല്ല. സൺ. അതല്ല, സണ്ണൊക്കെ സെറ്റ് ചെയ്യത്തില്ലേ? അത് എർത്തിന്റെ മൂവ്മെന്റ്സ് കൊണ്ട് തോന്നുന്നത്. സൺ ഇസ് കോൺസ്റ്റന്റ്. സൺറൈസ് ഇല്ലേ, ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വരും, പോവും.
അറിയില്ല. റെയിൻബോ ഇങ്ങനെ വരും പോവും. അതും അതിന് മോഷൻ ഇല്ലേ? ഇല്ല, അത് പറക്കുന്നില്ലല്ലോ. സൺ പറക്കില്ല. എന്റെ ഉത്തരങ്ങൾ മാത്രം നീ നിന്റെ പറഞ്ഞാൽ ഉത്തരം മതി. okay, okay. ഓക്കെ, അപ്പം നമ്മുടെ കുസൃതി ചോദ്യങ്ങൾ തീർന്നു. ഇനി നമുക്ക് റാപ്പിഡ് ഫയർ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആപ്പ് എന്താണ്? Instagram. One habit you want to change? I don't want to change anything. I'm happy with all the habits. But I would like to add going to gym. ജിമ്മിൽ പോത്തില്ലല്ലേ? പൈസ പോകുന്നുണ്ട്. Your comfort food? ചോറ്, മീൻകറി. Please tell something other than ചോറ്. അതർ ദാൻ ചോറ് എൻ്റെ കംഫർട്ട് ഫുഡ് ഗീ റോസ്റ്റ് മട്ടൻ ബിരിയാണി. ഏറ്റവും എംബാരസിംഗ് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ്? ഓക്കെ, എംബാരസിംഗ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ഡേറ്റ് വിത്ത് മൈ പാർട്ട്ണർ. അപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ ചെന്നിട്ട് എന്നോട് ബിയർ ഓർഡർ ചെയ്യുവാണ്. അപ്പം പറഞ്ഞു ലെറ്റ്സ് ഹാവ് എ പിക്ചർ എന്ന്. ഈ ബിയറിന് പിക്ചർ ഓഫ് ബിയർ എന്ന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓർത്ത് സെൽഫി എടുക്കാനാന്ന് കരുതി ഞാൻ ഫോണൊക്കെ കൊണ്ടുവന്നു. അയ്യോ, നിനക്കും അറിയത്തില്ല? അറിയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കള്ളു കുടിച്ചിക്കൊക്കെ അതറിയാൻ പറ്റും, പക്ഷെ എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഫോണൊക്കെ എടുത്ത് സെൽഫി വെച്ചു. പിന്നെ മനസ്സിലായത് കക്ഷി പറഞ്ഞപ്പോഴാണ് ബിയറിന് പിക്ചർ എന്നുള്ള പേരുണ്ട്. എൻ്റെ അറിവിൽ ഈ നമുക്ക് ഈ ബിയറിൻ്റെ ബ്രാൻഡൊക്കെ അല്ലേ അറിയത്തുള്ളൂ. പിക്ചർ ഓഫ് ബിയർ എന്നറിയാമോ? അതൊരു വല്ലാത്തൊരു എംബാരസ്മെന്റ് ആയിരുന്നു. ആ സമയത്ത് അത് എംബാരസ്മെന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ചിരിച്ചു കളഞ്ഞെങ്കിൽ ഇപ്പൊ ചിരിച്ചു കളഞ്ഞാൽ ആ സമയത്ത് ഭൂമി പിളർന്നു പോയിരുന്നു. ഫസ്റ്റ് ഡേറ്റ് പിളർന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു. That's funny. Favorite weekend plan? ഫേവറേറ്റ് വീക്കെൻഡ് പ്ലാൻ ഉറക്കം. അതാണോ വീക്കെൻഡ് പ്ലാൻ? അത് നിനക്ക് വീക്ക് ഡേയും ചെയ്തു തരുന്നു. ജോലിക്ക് പോകണ്ടേ? അല്ലാതൊരു വീക്കെൻഡ് പ്ലാൻ, എവിടെയെങ്കിലും പോവുക, അങ്ങനെ ഇന്ന കാര്യം ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉറക്കമാണ്. അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവുക, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണ്. One thing you can't live without. ഇതില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല. ചോറ്. ഫോണില്ലാതെ ജീവിക്കാം. ചോറില്ലാതെ പറ്റില്ല. That chore loving person. ചോറ് ലവിങ് പേഴ്സൺ. ഞാൻ എൻ്റെ അകത്ത് ചപ്പാത്തി നൈ ഉള്ളി ചോറ്. Dream travel destination? കറുകച്ചാൽ. ഓൾവേസ് കറുകച്ചാൽ. കോട്ടയോ? മൈ ഹോം. അതല്ലാതൊരു ഡെസ്റ്റിനേഷൻ പറ. ഐ നോ ലൈക്ക് എവരിവൺ വാണ്ട്സ് ടു ബി അറ്റ് their home. ഇപ്പം ഇങ്ങോട്ട് മാറിയപ്പോ ഒരു നാട്ടിലേക്ക് പോവാന്നുള്ളത് പലപ്പോഴും ഒരു ഡ്രീമാണ്. ലൈക്ക് ഗോ ഹോം. അച്ഛനമ്മ അനിയൻ 4 പേര്, ഞാനിവിടെ 4 പേര് ഒരുമിച്ച് അവിടെ ഇരുന്ന് ആൾക്കാരുടെ കുറ്റവും പറഞ്ഞ് സ്വറയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി. ഗോയിങ് ബാക്ക് ടു യുവർ ഹോം ലൈക്ക് അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. ഇപ്പോഴത്തെ അതൊക്കെയാണ് ഡ്രീം. കാരണം ഇപ്പോഴത്തെ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് പോക്കൊക്കെ ഭയങ്കര പ്രയാസമല്ലേ. വൺസ് ഇൻ ഇയർ അല്ലെങ്കിൽ വൺസ് ഇൻ എവറി 2 years ഒക്കെ. എന്തെങ്കിലും ഹിഡൻ ടാലന്റ് ഉണ്ടോ? നമ്മൾ ആരും അറിയാത്തൊരു ഹിഡൻ ടാലന്റ്? അത് ഹിഡൻ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ചിലർ പറയും നാക്ക് ഇങ്ങനെ മൂക്കിൽ വെക്കാം. അത് പറ്റുമോ നിനക്ക്? അത് ഹിഡൻ ആയിട്ടിരിക്കുന്നത് ആൾക്കാർ വെളിയിൽ പറയണ്ടാത്തതിനല്ലേ. ഇപ്പൊ നിനക്ക് റിവീൽ ചെയ്യാലോ ഹിഡൻ. അത് ഹിഡൻ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ചിലപ്പോ അത് അൺപാർലമെന്ററി ആണെങ്കിലും. സെലിബ്രിറ്റി ക്രഷ് ആരാണ്? നയൻതാര. I know you're such a Nayanthara fan അല്ലേ? I'm a huge Nayanthara fan. Nayanthara അവിടെ തുമ്മിയാ നീ സ്റ്റാറ്റസ് ഇടും. കാരണം like maybe initial when she started her career onwards. കാരണം ഞാനൊക്കെ എനിക്ക് I still remember. കാരണം ഞാൻ +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് +1 +2 10 ആ സമയത്താണ് ബില്ലയൊക്കെ റിലീസ് ആകുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞ ഐ ലൈക്ക് നയൻതാര. അപ്പോൾ ആൾക്കാർ why നയൻതാര ഗ്ലാമറൊക്കെ കണ്ടു. No, it's not because of her glamour roles. ഒരു ഫീൽഡിൽ എല്ലാവരും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് അത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രയാസകരമാണ്. What's one favorite film of hers? One favorite? I know all her movies are good, but one favorite film? രാജാറാണി. Oh, I love രാജാറാണി. രാജാറാണി, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിനെ ചേഞ്ച് ചെയ്ത സിനിമയാണ് രാജാറാണി. രാജാറാണി ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പം കൊല്ലമാവ് കോക്കൽ ഇഷ്ടമാണ്. പക്ഷെ പണ്ടത്തെ ഒരു വിന്റേജ് നയൻതാര, സത്യത്തിന്റെ അകത്തെ പാട്ട്, പിന്നെ വേറെ ഏത് മറ്റേ സൂര്യയുടെ ഒരു സിനിമയിലെ യാദവനിൽ എനിക്ക് ഇഷ്ടം. എനിക്ക് സത്യത്തിന്റെ അകത്തെ നയൻതാര ഭയങ്കര ഇഷ്ടമാണ്. രാപ്പകലിലെ നയൻതാര എനിക്ക് ഇഷ്ടമാണ്.
ആ സിനിമകളിലൊക്കെ വിന്റേജ് നയൻതാര സ്റ്റൈൽ അതൊക്കെ വിസ്മയത്തുമ്പത്തിന് ഇഷ്ടമാണ്. തെലുങ്ക് സിനിമയിൽ ആ പാട്ടുകളൊക്കെ ഐ ലൈക്ക് ഹർ. ഫേവറേറ്റ് ആക്ടർ ആരാ? ഫേവറേറ്റ് ആക്ടർ ഒരുപാട് ആൾക്കാരുണ്ട്. ഐ ലൈക്ക് ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ്, വിജയ് സേതുപതി. മതി ഓൾറെഡി. ആരുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്? ഡു യു ലിസൺ ടു സോങ്സ്? ഐ ലിസൺ ടു സോങ്സ്. അപ്പോൾ ആടെയാണ് ഏറ്റവും കൂടുതൽ ഒരു കംഫർട്ടിങ് ആയിട്ട് തോന്നിയിട്ടുള്ള പാട്ടുകൾ? ചിത്ര ചേച്ചി, ദാസേട്ടൻ. ഇപ്പോഴത്തെ ഒരു കാറ്റഗറിയിൽ വരുവാണെങ്കിൽ സിത്താര, വിധു പ്രതാപ്. റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന ഏതെങ്കിലും പാട്ടുകളുണ്ടോ? റിപ്പീറ്റായിട്ട് അങ്ങനെ കേൾക്കുന്നതൊന്നുമില്ല. ഞണ്ടുകളുടെ നാട്ടിൽ കുറച്ചേറെയായിട്ട് ഇപ്പം റിപ്പീറ്റായിട്ട് കേൾക്കുന്നുണ്ട്. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ട്രെൻഡി ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു പാട്ട് അത് പിന്നെ എപ്പോഴും മനസ്സിലൂടെ കടന്നുകൂടുന്നത് അതിപ്പം കേൾക്കുകയാണ്. ഇപ്പം മറ്റേ ആ ആ പാട്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ പാട്ടുകളാണ്, അല്ലാതെ റിപ്പീറ്റ് ഒന്നുമില്ല. പെട്ടെന്നൊന്നുമില്ല. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ റാപ്പിഡ് ഫയർ തീർന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ഇതുവരെ? എങ്ങനെയുണ്ട്? ഹാമ്പർ കിട്ടിയില്ല. എന്നേലും ആരെയൊക്കെ സ്പോൺസർ ചെയ്തിട്ട് നീ ഹാമ്പർ തരാനുള്ള ഒരു അവസരം വരട്ടെ. നീ പ്രാർത്ഥിക്ക്. നീ എല്ലാരും പ്രാർത്ഥിച്ചില്ലേ? അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു വേറൊരാൾക്കല്ലേ കിട്ടുള്ളൂ. നിനക്കുള്ള ഹാമ്പർ ഞാൻ എത്തിക്കും. ഓക്കെ, അപ്പൊ നീ സ്റ്റേറ്റസ് ഇട്ടാ മതി. ഓക്കെ, യു ഹാഡ് ടു ഗോ ത്രൂ എ ലോട്ട്. ലൈക്ക് കുറേ ഡയഗ്നൈസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് കീമോ ചെയ്തു, സെവറൽ ഇഞ്ചക്ഷൻസ്, ഫൈനലി നിനക്ക് സർജറിയും കഴിഞ്ഞു. ലൈക്ക് വൈ ഡിഡ് യു ഫീൽ ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു ടെൽ യുവർ സ്റ്റോറി ടുഡേ? സോ അതൊരു റീസൺ എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ ഐ നോ എല്ലാവരുടെയും ജേർണി യുണീക്കാണ്. നമ്മൾ കടന്നു പോകുന്ന സഫറിങ്സും ആ ഇമോഷൻസും എല്ലാം വ്യത്യാസമാണ്, ഓരോരുത്തരെ അപേക്ഷിച്ച് നോക്കിയോളും. പക്ഷേ ഞാൻ ഇനിഷ്യലി എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേന് എനിക്കൊരു ഗോ ടു പേഴ്സൺ ഇല്ലായിരുന്നു. കാരണം എന്താണ് ചെയ്യുക, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകണമെങ്കിലുള്ള റൈഡ്. കാരണം എപ്പോഴും നമുക്ക് പാർട്ട്ണറിനെ അല്ലെങ്കിൽ തന്നെ പോകാൻ ഒരിക്കലും പറ്റത്തില്ല, കാരണം നമ്മൾ ഭയങ്കര വീക്കാണ്. അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഈ മീൽ പ്രെപ്പ്, പിന്നെ ഈ ഇമോഷണൽ വൈസ് അല്ലെങ്കിൽ സോഷ്യൽ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കൗൺസിലിംഗ്, അങ്ങനെ ഒരു കാര്യത്തിനും എനിക്കൊരു റിസോഴ്സ് ഭയങ്കര കുറവായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ തരുമെങ്കിൽ പോലും എനിക്കൊരു ഒരാളോട് നമ്മൾ ഒരു ഇൻപേഴ്സണായിട്ട് ഒരാൾ നമുക്കറിയുന്ന ഒരാളോട് ചോദിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യമാണ്. എനിക്കങ്ങനെ ഒരാളില്ലായിരുന്നു. അത് കണ്ടമാനം ഞാൻ ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പം ഇത് കാണുന്ന ഒരാൾക്ക് ഇഫ് യു ആർ ഗോയിങ് ത്രൂ എനി ഓഫ് ദോസ് ഡിസീസസ്, ലൈക്ക് ക്യാൻസർ ആണെന്നില്ല എന്താണെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഒരു കാര്യം വരുവാണെങ്കിൽ ഐ ക്യാൻ ബി ദാറ്റ് റിസോഴ്സ്. കാരണം ഇങ്ങനെ ഒരാൾ നമ്മളോട് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു റിലീഫാണ് ആ സമയത്ത്. ആൻഡ് ഇത് കാണുന്ന ആസ് എ സെഡ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഈവൻ കെയർ ഗീവേഴ്സിനാണെങ്കിൽ പോലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ബി എ റിസോഴ്സ് പേഴ്സൺ ടു ദം. അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിലും എനിക്ക് കിട്ടിയ അല്ലാത്ത റിസോഴ്സസിൽ നിന്നും കാര്യങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വെബ്സൈറ്റ്സിൽ നിന്ന് എവിടെയെങ്കിലും എടുത്ത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ ടോക്ക് ടു. ആൻഡ് അതൊരു വലിയൊരു റിലീഫാണ് ആർക്കാണ്, ഈവൻ പേഷ്യൻറ്റിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു കെയർ ഗീവറിനാണെങ്കിലും ഈവൻ ഒരു ഫ്രണ്ട്സിനാണെങ്കിലും പേരൻസ് ആർക്കാണെങ്കിലും അങ്ങനെ ഒരു വെൻഡ് ചെയ്യാൻ ഒരാളുണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു ഭയങ്കര ഒരു റിലീഫ് ആയിരിക്കും. ആൻഡ് ഐ ക്യാൻ ബി ദാറ്റ് പേഴ്സൺ. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഐ തോട്ട് ഓഫ് ഷെയറിങ് മൈ സ്റ്റോറി. That's good. That's great to hear. ഇപ്പോൾ നമ്മൾ എൻഡിലോട്ട് വരുവാണ്. ആൻഡ് ഐ റിയലി വോണ്ട് ടു താങ്ക് യു കാർത്തിക് ഫോർ കമ്മിങ് ഇൻ ടു ദിസ് ഷോ ആൻഡ് ഷെയറിങ് വാട്ട് യു ഹാഡ് ടു ഗോ ത്രൂ. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈസി ടു കം ആൻഡ് സേ ലൈക്ക് ഞാൻ ഇതാണ് കടന്നു പോയത്, ഐ ഹാഡ് ടു ഗോ ത്രൂ ദിസ്, യു ഹാഡ് ടു ഗോ ത്രൂ കീമോ, സർജറി, എവറിത്തിങ്. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു ഹാഡ് ലൈക്ക് ആ ഒരു എബിലിറ്റി ടു ഓപ്പൺ അപ്പ് ഹിയർ. നീ ഓൾറെഡി വന്ന് ഇവിടെ സംസാരിച്ചു. ഐ റിയലി വോണ്ട് ടു താങ്ക് യു ഫോർ കമ്മിങ് ടു ദിസ് ഷോ and being a part of the show. Thank you so much. And thank you so much, Soumya, for inviting me to the show. And to conclude, I would also like to say that it's okay to be vulnerable. നമ്മളുടെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ചിലപ്പം നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ആൻഡ് കൺട്രോൾ വിട്ടു പോകാമെന്ന് തോന്നുവാണെങ്കിൽ ആ ഇമോഷൻസ് നമ്മളുടെ മനസ്സിനെ നമ്മൾ ഡിവിയേറ്റ് ചെയ്യാൻ നോക്കുക. കാരണം അത്രയും ഹാഷ് കെമിക്കൽസും കാര്യങ്ങളും എല്ലാം ആയിരിക്കും നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന ബോഡിയിലേക്ക്. ഓക്കെ ടു ബി വൾണറബിൾ, ബട്ട്
try to control your Yeah, try to emotion. be happy. Try to be happy. Be yeah. happy. Be happy and find sources to be happy. ചിലപ്പം വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അവർക്കത് അത്രയ്ക്ക് രസിക്കില്ലായിരിക്കും, പക്ഷേ you know you are happy. Yeah. And that's what only matters. Be happy. Yeah. Thank you so much, Karthik. Thank you. Raw and Real by SJ. വീണ്ടും അടുത്ത ഗസ്റ്റിലായിട്ട് കാണാം. See you guys.